മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരിക്കെ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തലമുണ്ടനം ചെയ്ത് കോൺഗ്രസ് വിട്ട് എൻസിപിയിൽ ചേർന്ന ലതിക സുഭാഷിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഞെട്ടിപ്പിക്കുന്ന തോൽവിയായിരുന്നു. കോട്ടയം നഗരസഭ 48-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച NCP നേതാവ് 3-ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. ഇടതുപക്ഷം പതിവായി 3-ാം സ്ഥാനത്താവുന്ന വാർഡിൽ തന്നെ മത്സരിപ്പിച്ച് അപമാനിച്ചുവെന്ന പരാതിയുമായാണ് പിന്നീട് ലതിക സുഭാഷ് രംഗത്തെത്തിയത്. വെറും 113 വോട്ടുമായി കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായ മുൻ കോൺഗ്രസ് നേതാവിന് മത്സരിക്കാനായി രാജിവെച്ച വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്ഥാനവും നഷ്ടമായി. രാജിവെച്ച പദവിയിലേക്ക് ഇനി തിരികെയില്ലെന്നായിരുന്നു ലതിക സുഭാഷിന്റെ പ്രതികരണം. UDF-ലെ സുശീല ഗോപകുമാറാണ് തിരുനക്കര വാർഡിൽ വിജയിച്ചത്. 703 വോട്ടുകളാണ് നേടിയത്. BJP-യുടെ നിത്യ രതീഷ് 279 വോട്ടുമായി 2-ാം സ്ഥാനത്തെത്തി. പാർട്ടിയും മുന്നണിയും പറഞ്ഞതുകൊണ്ടാണ് മത്സരിച്ചതെന്നും വിധിയുടെ ഇരയാണ് താനെന്നും അവർ പ്രതികരിച്ചു. രാജിവെച്ചൊഴിഞ്ഞ പദവിയിലേക്ക് തിരിച്ചില്ലെന്നും അവർ അറിയിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട ലതിക സുഭാഷ് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. CPM-ലെ VN വാസവൻ വിജയിച്ചപ്പോൾ 6% വോട്ട് മാത്രം നേടി ഇവർ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പിന്നീട് NCP-യിൽ ചേർന്ന് പാർട്ടി നേതൃപദവിയിലും എത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് ലതിക കോട്ടയം നഗരസഭയിൽ മത്സര രംഗത്തെത്തിയത്. സംസ്ഥാന ഉപാധ്യക്ഷയായ ലതികയെ LDF സ്ഥിരമായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സീറ്റിൽ മത്സരിപ്പിച്ചത് CPM ഒരുക്കിയ ചതിയാണെന്ന ആക്ഷേപമാണ് ശക്തമായിരിക്കുന്നത്.